ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാളീശ്വരി വീട്ടിലേക്ക് വരണില്ല. അപ്പം വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ മഞ്ജുവിനോട് സംസാരിക്കുകയാണ്. നീ എന്നെ കബളിപ്പിക്കുന്നുണ്ടോ? ഏലസ് മാറിയ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല കാളീശ്വരി, ഞാൻ കാളീശ്വരി വിശ്വസിക്കുന്നു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതുവരെ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല. കാളീശ്വരി പറഞ്ഞ പോലെ ഞാൻ ആ ഒരു ഇത് ആ ഒരു രീതി തന്നെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഒരു പ്രശ്നമില്ല പറഞ്ഞിട്ട് പറയണം. അപ്പോൾ ഇന്ന് തൊട്ട് നോക്കുമ്പോൾ കാളീശ്വരിക്ക് മനസ്സിലായി ആ ഏലസ് ഞാൻ കിട്ടിയതല്ല. എന്നിട്ട് നീ എന്നെ കബളിപ്പിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ആ ഏലസ് അല്ല, ഞാൻ കിട്ടിയ ഏലസ് അതല്ല പറഞ്ഞിട്ട് പറയണം. അപ്പോൾ തന്നെ നമ്മുടെ മഞ്ജുവിന് ഗിരിയെ ഡൗട്ട് അടിക്കണം കേട്ടോ. എന്നിട്ട് ഗിരി റൂമിലോട്ട് വരും. അപ്പോൾ നമ്മുടെ മഞ്ജു ചോദിക്കും, ഗിരിയുടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ആ ചോദിക്കും മഞ്ജു കൊണ്ട് പറയണം. അപ്പോൾ ഗിരിയുടെ ഞാൻ ചോദിച്ചു പറഞ്ഞ സത്യം പറയും. ഞാൻ നിന്നോട് എപ്പോഴാണ് നുണ പറഞ്ഞിട്ടുള്ളത്? അല്ല, ഞാൻ ചോദിച്ചതാണ് കൊണ്ട് പറയണം. എന്നിട്ട് ഗിരിയേട്ടൻ എൻ്റെ ഇടുപ്പിലുള്ള ഏലസ് മാറ്റിയ പറയുമ്പോൾ നമ്മുടെ ഗിരിൻ്റെ മുഖം അങ്ങോട്ട് മാറണം കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മഞ്ജുവിന് മനസ്സിലാവണം. എന്നിട്ട് പിന്നെയും ചോദിക്കണം, സത്യം പറയും ഗിരിയേട്ടൻ മാറ്റിയിട്ടുണ്ടോ? അത് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഗിരിയേട്ടൻ എന്തിനാണ് ഏലസ് ഊരിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഗിരിയേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറക്കണമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നമ്മുടെ ദാമ്പത്യത്തിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെയും കാട്ടി നന്നായി ബാധിക്കും. കാരണം എന്നോട് ആ സത്യം പറയാണ്ടിരുന്നു പറഞ്ഞാൽ ഞാൻ എന്താ വിചാരിക്കുക, നമ്മുടെ ആ ദാമ്പത്യം വേണ്ടാന്നാണ് ഗിരിയേട്ടൻ വിചാരിക്കുന്നത്. ആ ഏലസ് എങ്ങാനും ഊരിന്ന് കാളീശ്വരി അമ്മയോട് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹം പോയിട്ട് വെറുപ്പാവില്ല. ഗിരിയേട്ടൻ എന്തിനാ എങ്ങനെയൊക്കെ കാണിക്കാൻ നിൽക്കുന്നത്? ഇനി ആ ഗിരിയേട്ടൻ ആ സത്യം എന്നോട് പറയാണ്ട് എന്നോട് മിണ്ടാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് വാണിയും കൊടുക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ ഗിരിയോട് നമ്മുടെ മഞ്ജുവിന് ദേഷ്യമായിരിക്കണ്, വേറൊന്നുമല്ല. കാരണം സത്യം പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും പ്രശ്നം വരില്ല. പക്ഷെ ഗിരിൻ്റെ മനസ്സിലെന്താണ്, അമ്മയെ ഇവള് വെറുക്കുമെന്നായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വെറുക്കില്ല എന്ന് നമ്മുടെ ഗിരിക്ക് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും ഒരു പ്രശ്നമേ ആവില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇനി വരാൻ പോണ എപ്പിസോഡിൽ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. എന്തായാലും നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.